എല്ലാവർക്കും ഇപ്പോൾ സമാധാനമായില്ലേ? ഇനി എന്റെ മോളെ കൊണ്ടുള്ള ശല്യം ആർക്കും ഉണ്ടാവില്ല. ആർക്കും. സന്തോഷമായില്ലേ? എല്ലാരും ഹാപ്പി അല്ലേ? VP എന്തു പറ്റിയടോ? താനെന്താ ഇങ്ങനെ? സങ്കടമുണ്ട് അമ്പി മാമ, അത്രയ്ക്ക് സങ്കടമുണ്ട്. പോട്ടെ മുരളി, അയാളുടെ വിഷമം കൊണ്ട് പറഞ്ഞതല്ലേ. താൻ ഇതൊന്നും കാര്യമാക്കണ്ട. ഹലോ. മുരളിയേട്ടാ, അപ്പുവിന് എന്താ പറ്റിയത്? എങ്ങനെയുണ്ട് അവക്കിപ്പോ? അപ്പു ICUലാണ് അശ്വതി. ഒന്നും പറയാറായിട്ടില്ല. എന്റെ ഈശ്വരാ, എന്താ അവിടെ ചെയ്തത്? പോയിസണോ സ്ലീപ്പിംഗ് പിൽസോ എന്തോ ആണ്. ഒന്നും കൃത്യമായിട്ട് അറിഞ്ഞില്ല. അപ്പൊ അവളെല്ലാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതായിരുന്നൂല്ലേ മുരളിയേട്ടാ? എന്ന് തോന്നുന്നു. അവക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അവൾ ഓക്കെ അല്ലേ? ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല അശ്വതി. എല്ലാരും ഇവിടെ നല്ല ടെൻഷനില്ല. നീ ഫോൺ വെച്ചോ. എന്തേലും പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരിയെന്നാ. ശരി. സിസ്റ്റർ, അപൂർവയ്ക്ക് ഒന്നും പറയാറായിട്ടില്ല. പേഷ്യന്റ് അതേ കണ്ടീഷനിൽ തുടരുകയാ. അതെ, നിങ്ങൾ എല്ലാരും കൂടി ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. അത്യാവശ്യം 1-2 പേര് മാത്രം ഇവിടെ നിന്നാ മതി. ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് ഒന്ന് മാറി തരണം. ICUവിന് മുന്നിൽ ഇത്രയും പേര് അലോഡല്ല, അതുകൊണ്ടാ. ശരി. VP, ഇന്നിപ്പോ ഇവിടെ ഇങ്ങനെ എല്ലാരും കൂടി നിന്നിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇന്നിനി അപ്പൂനെ കാണാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, ഞാനും ഗീതയും കൂടി ഇവിടെ നിന്നോളാം. VP മുരളയും കൂടി മാളൂനെയും കൂട്ടി വീട്ടിലേക്ക് പോയിക്കോ. ഏയ്, അത് ശരിയാവില്ല. ഞാനിവിടെ നിന്നോളാം. അമ്പി മാമ അവരെയും കൂട്ടി പോയിക്കോളൂ. രാവിലെ വന്നാ മതി. ഹേയ്, അത് വേണ്ടടോ. ഞാനിവിടെ പുറത്ത് വരാന്തയിൽ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളാം. ആ, എന്നാ ഒരു കാര്യം ചെയ്യ്, മോളെയും കൂട്ടി മുരളി വീട്ടിലേക്ക് പോയിക്കോ. ഇനിയും ലേറ്റാകാതെ മാളൂനെ കൊണ്ട് ഇറങ്ങാൻ നോക്ക്. എന്നാ ഞങ്ങൾ പോയിട്ട് രാവിലെ വരാം. മാളു, വാ മോളെ. ഇല്ലച്ച, ഞാൻ വരുന്നില്ല. അച്ഛൻ പോയിക്കോ. ആഹാ, അത് വേണ്ട മോളെ. ഇപ്പൊ ഇവിടെ നിന്നിട്ട് അപ്പൂനെ കാണാൻ പറ്റില്ലല്ലോ. എല്ലാവരും ഇവിടെ നിൽക്കാൻ ആശുപത്രിക്കാർ സമ്മതിക്കുകയില്ല. മോളിപ്പോ അച്ഛൻ്റെ കൂടെ ചെല്ലേ. നമുക്ക് രാവിലെ വരാം മോളെ. ചെല്ലു മോളെ. ആന്റി, പോയിട്ട് വാ. നാളെ വരുമ്പോ അവളെ കാണാമല്ലോ. വിഷമിക്കണ്ട. പൊയ്ക്കോ. VP, ഞാൻ പുറത്ത് വരാന്തയിലുണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓ, ഭാഗ്യം. ലിവറിനെയും കിഡ്നിയൊന്നും ടോക്സിൻ സാരമായി ബാധിച്ചിട്ടില്ല. 2-3 ടെസ്റ്റുകളുടെ റിസൾട്ട് കൂടി വരാനുണ്ട്. അതുകൂടി കിട്ടിയാലേ നമുക്ക് പൂർണ്ണമായും പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. ഏതായാലും അടുത്ത 1-2 മണിക്കൂർ നിർണായകമാണ്. ഭയപ്പെടാതിരിക്കൂ. നമുക്ക് നല്ലത് മാത്രം പ്രതീക്ഷിക്കാം. ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന സ്റ്റേജ് വെച്ച് നോക്കുമ്പോൾ പേഷ്യന്റിന് ഇത്രയെങ്കിലും പുരോഗതി ഉണ്ടാവുമെന്ന് ഞാൻ പോലും പ്രതീക്ഷിച്ചതല്ല. കണ്ടീഷൻ അത്രയ്ക്ക് വേഴ്സായിരുന്നു. ഡോക്ടർ, ഇനിയിപ്പോ ഇത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടി വരില്ലല്ലോ അല്ലേ? നോ, ഉറപ്പായും വേണ്ടിവരും. ഇൻ കേസ് പേഷ്യന്റിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ
പിന്നെ അതിൻ്റെ ഉത്തരവാദിത്തം ഹോസ്പിറ്റലിന് ചുമല്ലാവും. അത് മാത്രമല്ല, ആരെങ്കിലും ഇങ്ങനൊരു സംഭവം പോലീസിനെ അറിയിക്കാതെ രഹസ്യമായി ഞങ്ങൾ ഹാൻഡിൽ ചെയ്തു എന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അത് ഞങ്ങളുടെ ഗുഡ്വില്ലിനെ കൂടി ബാധിക്കും. ഇതൊന്നും ഇവിടെ ആരും അറിയാൻ പോകുന്നില്ല ഡോക്ടർ. ആ സ്ഥിതിക്ക് പറയാൻ പറ്റില്ല. ഓൺലൈൻ മീഡിയ കൂണ് പോലെ മുളച്ചു പൊന്തുന്ന കാലമാണ്. കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉള്ളവനൊക്കെ ഇപ്പോൾ ഓരോ ചാനലിൻ്റെ മുതലാളിമാരാ. സ്വന്തം ചാനലിൻ്റെ വ്യൂവേഴ്സിനെ കൂട്ടാൻ ആർക്കെങ്കിലും ഒരു കുസൃതി തോന്നി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ ഞങ്ങൾ പെട്ടുപോകും. സോ ഔട്ട് ഓഫ് ദ വേ, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് ഞാൻ ഉറപ്പ് തരാം ഡോക്ടർ. എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ ഇത് പോലീസിൽ ഇൻഫോം ചെയ്യായിരുന്നൂടെ? പ്ലീസ്. നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അറ്റംപ്റ്റ് സൂയിസൈഡ് സെക്ഷൻ 309 പ്രകാരം ലീഗൽ ഒഫൻസ് ആണ്. അങ്ങനെ ഹിസ്റ്ററി ഉള്ളൊരു കേസ് വന്നാൽ അത് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യണം എന്നുള്ളതാണ് ചട്ടം. അതൊക്കെ അറിയാം ഡോക്ടർ. എങ്കിലും ഞാനൊരു പേഴ്സണൽ ഫേവർ ചോദിക്കുക. വിത്ത് യുവർ കൺസെൻറ്റ് ഞാൻ വേണമെങ്കിൽ ഹോസ്പിറ്റൽ MD ആയിട്ട് സംസാരിക്കാം. പോലീസ് കേസൊക്കെയായി ഇതേതെങ്കിലും വഴിക്ക് പുറത്തറിഞ്ഞാൽ ഞാനും എൻ്റെ ഫാമിലിയും പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഡോക്ടർ. അതുമാത്രമല്ല, അത്യാവശ്യം റെപ്യൂട്ടേഷനുള്ള ഒരു കരിയർ ഡെവലപ്മെൻറ്റ് ട്രെയിനറും മോട്ടിവേറ്ററും ഒക്കെയാണ് ഞാൻ. അങ്ങനെ ഒരാളുടെ മകൾ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അതെൻ്റെ കരിയറിനെയും ക്രെഡിബിലിറ്റിയൊക്കെ ബാധിക്കും ഡോക്ടർ. സോ പ്ലീസ്, ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഓക്കെ, ഏതായാലും ഞാൻ MDയുമായി ഒന്ന് സംസാരിക്കട്ടെ. അതിനുള്ളിൽ മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകാതിരുന്നാൽ കൊള്ളാം. ഞാൻ പറഞ്ഞല്ലോ, അടുത്ത 1-2 മണിക്കൂർ നിർണായകമാണ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ ഡോക്ടർ, താങ്ക് യു.